ഇന്നത്തെ സമകാലികം ഈ ഒരു പ്രോഗ്രാമിൽ അതിഥി നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. തീർച്ചയായും അപ്പോൾ നമുക്ക് അദ്ദേഹവുമായിട്ടുള്ള ഈ ഒരു പ്രധാനപ്പെട്ട സെഷനിൽ സമയം കളയാതെ അദ്ദേഹത്തിൻ്റെ അവതരണത്തിന് ശേഷം നമുക്ക് ബാക്കി ഫീഡ്ബാക്കുകൾ വായിക്കാമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും ഇപ്പോൾ ഈ സമയത്ത് ഇൻഷാ അള്ളാ സമകാലികം സെഷനാണ്. സമകാലികത്തിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അൽഹംദുലില്ലാ റുസ്തം ഉസ്മാൻ ആണ് ഇന്നത്തെ സമകാലികത്തിൽ നമ്മോടൊപ്പമുള്ള അതിഥിയായിട്ട് ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ ശ്രോതാക്കളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ റുസ്തം ഉസ്മാൻ കൂടല്ലേ? ശബ്ദം കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് ഓക്കെ ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ആ, അതെ അതെ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത് നന്നാവും ശ്രോതാക്കൾക്ക് വേണ്ടി. sure. അപ്പം ഫസ്റ്റ് എന്താ പറയാ, വളരെ നന്ദി ക്ഷണിച്ചതിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എനിക്ക് തോന്നുന്നു ഞാൻ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു, ചിലപ്പോൾ 2-3 കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കും എന്താ പറയാ പീസ് റേഡിയോയില് വരുന്നത്. മുമ്പ് സ്ഥിരം ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്തിരുന്നു. പേരൊക്കെ മറന്നുപോയി, പ്രോഗ്രാമിന്റെ ഏതോ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു വർഷങ്ങൾക്ക് അതെ. മുമ്പ്. അപ്പം അപ്പൊ ഞാൻ എന്താ പറയാ പഴയ നിങ്ങളെ കുറച്ചു നേരം കേട്ടോണ്ടിരുന്നപ്പോ പഴയ ഓർമ്മകളൊക്കെ വന്നു. ഓക്കെ, അപ്പം എന്റെ പേര് അസ്തം. സോ ഞാന് എന്താ പറയാ ഒരു കൺസൾട്ടന്റ് ആണ് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ. സ്ട്രാറ്റജി മാനേജ്മെന്റ് കൺസൾട്ടന്റ്. അതായത് ബിസിനസ്സുകൾക്ക് എന്താ പറയാ പൈസ ഉള്ളവർക്ക് കൂടുതൽ എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് ഉപദേശം കൊടുക്കുന്ന ആളാണ്. എന്നാണ് ഈ മാഷാ തമാശ അള്ളാ. പറഞ്ഞത്. എന്തായാലും ആ ഉപദേശം നമുക്ക് ആവശ്യമുണ്ട്, പിന്നീടാക്കാം ഇൻഷാ അല്ലാ. എന്തായാലും അള്ളാഹു നിങ്ങളുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഓക്കെ. മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുമ്പോൾ അത് ബേസ് യു എസിലാണ്. യു എസിലാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഓൺലൈനിലാണ് താങ്കൾ ജോലി ചെയ്യുന്നത്? ഞാൻ ഓൺലൈനിലും ചില സമയങ്ങളിൽ യാത്രയും അങ്ങനെയൊക്കെ ആയിട്ട് ആണ്. അപ്പം അദ്ദേഹം ഇന്ത്യയിൽ ഓഫീസുണ്ട് അങ്ങനെ. ഉം. പറഞ്ഞോളൂ. അപ്പം എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇതാണ് എന്താ പറയുക പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പം പഠിച്ചതും കാര്യങ്ങളൊക്കെ എന്താ പറയാ എഞ്ചിനീയറിംഗ് പഠിച്ചു, പിന്നെ MBA ചെയ്തു. ഇതൊക്കെയാണ് ഒരു എന്താ പറയാ അടിസ്ഥാനപരമായി എന്താ പറയാ പരിചയപ്പെടുത്തുമ്പോൾ ഉള്ള ഇപ്പം ഒരു നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഈ ഒരു തസ്തികക്ക് ഉള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ് ഈ ആവശ്യമായിട്ടുള്ളത്? മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ പൊതുവിൽ എന്താ വെച്ചാൽ ഒരു ഇപ്പം എഞ്ചിനീയറിംഗ് വേണം എന്നില്ല. പക്ഷെ ഒരു MBA അല്ലെങ്കിൽ എക്കണോമിക്സിൽ PGയോ PhD ഒക്കെ ഉള്ളവർ, അല്ലെങ്കിൽ എന്താ പറയാ MBA BBA പോരാ, ഡിഗ്രി പോരാ അല്ലേ? ഡിഗ്രി പോരാ. അതൊരു MBA എന്താ പറയാ ഒരു വെറും MBA ഉണ്ടെങ്കിൽ കയറാൻ നല്ല സ്ഥലങ്ങളിൽ കയറാൻ ബുദ്ധിമുട്ടാണ്. ഒരു ടയർ 1 കോളേജിൽ, അതായത് ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ Indian സ്കൂൾ ഓഫ് ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അതിൽ ഒന്നിപ്പം നമുക്കൊക്കെ പരിചയമുള്ള കോഴിക്കോട്. ഞാൻ അവിടെയാണ് പഠിച്ചത്, കോഴിക്കോട്. അപ്പൊ അതില് ഇപ്പം എന്താ പറയാ IIM കൽക്കട്ട തൊട്ട് അല്ലെങ്കിൽ ബാംഗ്ലൂർ തൊട്ട് അഹമ്മദാബാദ് തൊട്ട് ഏതെങ്കിലും ഒരു IIM പഠിച്ചാൽ ചാൻസസ് കൂടുതലാണ് കിട്ടാൻ. റുസ്തം, ചില വ്യക്തിപരമായ കാര്യങ്ങൾ, താങ്കളുടെ കുടുംബം, കുടുംബ പശ്ചാത്തലം, മക്കള് ഒക്കെ ഒന്ന് പറയാം ഇൻഷാ അള്ളാ. അപ്പം കുടുംബം എന്ന് പറയുമ്പോഴേക്കും ഞാനും ഭാര്യയും 4 കുട്ടികളാണ്. അപ്പം മാഷാ അള്ളാ. കുട്ടികൾ, ഭാര്യയുടെ പേര് മറിയം എന്നാണ്. അപ്പം കുട്ടികൾ എന്താ പറയാ ഈസ, മൂസ, ഇഷ, ഫാത്തിമ. ഇൻഷാ ആ, അല്ലാ. അവര് എനിക്കറിയാം, സ്വാഭാവികമായിട്ടും തന്നെ ഇപ്പം ക്ഷണിച്ചത് തന്നെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. അപ്പം നമ്മള് കുട്ടികളെ എന്ത് ചെയ്തിരുന്നു, അവരുടെ ചെറിയ കുറച്ച് സ്കൂളിൽ കുറച്ച് ക്ലാസ്സുകളെ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലാണ്, ഹോം സ്കൂളിംഗ് ആണ് ചെയ്തത്. അപ്പം അതാണ് എന്താ പറയാ കുട്ടികളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. മൂത്ത ആൾക്ക് എന്താ എനിക്ക് തോന്നുന്നു തോന്നുന്നല്ല, 14 വയസ്സാണ്. ഈ തോന്നുന്നു പറയുമ്പോൾ ശ്രോതാക്കളെ ഒന്ന് ആലോചിക്കും. ഈസക്കാണല്ലേ? മക് ഈസയ്ക്ക് 14 വയസ്സാണ്. 14 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 9ാം 13 വയസ്സ് ക്ലാസ്സിൻ്റെ കഴിഞ്ഞ 14 എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പായത്. 13 വയസ്സ് മക്കള് ഹോം സ്കൂളിംഗ് ആണല്ലേ? ഹോം സ്കൂളിംഗ് ആണ്. എന്താണ് ഈ ഹോം സ്കൂളിംഗ്? അതൊന്ന് ഈ ഹോം സ്കൂളിംഗ് വിശദമാക്കാമോ? എന്താണെന്ന് പറയുന്നത് മുമ്പ് ഒറ്റ കാര്യം, ഹോം ഉം, സ്കൂളിംഗ് എല്ലാവർക്കും പറ്റിയൊരു പണിയല്ല. ഉം. ഞാൻ ഒരു ഹോം സ്കൂളിങ്ങിനെ അഡ്വക്കേറ്റ് ചെയ്യുന്ന ആളോ എല്ലാവരും ചെയ്യണമെന്നോ അഭിപ്രായം പറയുന്ന ഒരാളല്ല. ഒരിക്കലും നമ്മുടെ ഒരു കൺവെൻഷണൽ സ്കൂളിനെ എടുത്ത് കളയേണ്ട ഒരു സാധനമല്ല. അത് വേണ്ടതാണ്, അത് വലിയ ആവശ്യമാണ്. അതുകൊണ്ട് ഹോം സ്കൂളിംഗ് എന്ന് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ചാടി ഇറങ്ങിയിട്ട് നാളെ നമുക്ക് ചെയ്യാം എന്ന് പറയരുത്.
അപ്പം ഞങ്ങൾ അത് ചെയ്തതിന്റെ കാരണം ഞങ്ങൾ ഒരു കൊല്ലത്തേക്ക് പരീക്ഷണത്തിന് വേണ്ടി ചെയ്തതാണ്. അത് പിന്നീട് എന്ത് ചെയ്താണ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയതാണ്. അല്ല ഞങ്ങൾ ഹോം സ്കൂളിംഗ് സാധാ സ്കൂൾ വേണ്ട, ഹോം സ്കൂളിംഗ് മതി. ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ തോന്നിയേക്കാം സാധാ സ്കൂളിലേക്ക് വിടാൻ, അതും ഓക്കെയാണ്. അപ്പം നമ്മളങ്ങനെ എന്തല്ല ഒരു റിജിഡായി ഹോം സ്കൂളിംഗ് മാത്രമേ ഉള്ളൂ ലോകത്ത്, അല്ലെങ്കിൽ അതാണ് വേണ്ടത്, അതാണ് എല്ലാവരും ചെയ്യേണ്ടതെന്നൊരു അഭിപ്രായമേ ഇല്ല. അപ്പം നമ്മൾ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ഇപ്പം നിങ്ങൾക്കൊക്കെ എനിക്കറിയില്ല, എനിക്ക് സ്കൂള് ഭയങ്കര ഒരു മോശം അനുഭവമായിരുന്നു. കാരണം ഞാനൊരു ഡിസ്ലെക്സിയ, അല്ലെങ്കിൽ നമ്മളിപ്പം ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ പരിചയം ഉണ്ടാവും. കുട്ടികൾ പൊതുവിൽ ആൾക്കാർ പറയുക കുട്ടിക്ക് മടിയാണോ, ഒന്നും പഠിക്കൂല, ഓൻ ഭയങ്കര ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഉഷാറാണ്, പക്ഷെ അവന് പഠിക്കൂല, അവൻ ഭയങ്കര പഠിക്കാത്താണ്, ഇരുന്ന് പഠിക്കാത്തതാണെന്ന് പറയും. ആക്ച്വലി എന്നെ സംബന്ധിച്ച് ലേണിംഗ് ഡിസബിലിറ്റികളിലെ ഒന്നാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഇതൊരു ഡിസബിലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ തന്നെ ഒരു ചോദ്യമാണ്. കാരണം അതിനെ നമുക്കൊരു ഡിസബിലിറ്റി എന്ന് വിളിക്കാൻ കഴിയില്ല, കാരണം അത് ഒരുപാട് രൂപത്തിൽ ഒരാൾക്ക് ഉപകാരവും ചെയ്യും. അപ്പം ലേണിംഗ് ഡിസബിലിറ്റി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി ഇപ്പം ഇപ്പം എയും ബിയും തിരിയും, അല്ലെങ്കിൽ ബിയും ഡിയും തിരിയും, ചിലപ്പോൾ വളരെ സിമ്പിളായ അക്ഷരത്തെറ്റുകൾ മേക്കും. ഇപ്പം കാറ്റ് എന്നുള്ളത് ചിലപ്പം വേറെ എന്തെങ്കിലും എഴുതി വെക്കും. അപ്പം ഇങ്ങനെ അതായത് ഉള്ള അക്ഷരങ്ങളിലുള്ള ആ, അക്ഷരം അറിയുന്നത് മാറ്റി ചിലപ്പോൾ അക്ഷരങ്ങളിൽ തിരുത്തൽ വരും അല്ലേ? ചെറിയ അക്ഷരങ്ങളിൽ ഡിസ്ലെക്സി അക്ഷരങ്ങൾ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ. ആ ഡിസ്ലെക്സിയ അപ്പം അതൊരു ലിറ്ററേച്ചറിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പൊ എനിക്കിപ്പോഴും എന്താ പറയാ ഗുണനപ്പട്ടിക എനിക്ക് കാണാതറിയില്ല, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുന്ന സംഗതി എനിക്ക് കാണാൻ അറിയത്തില്ല. എനിക്കിപ്പോഴും എന്താ ബിയും ഡിയും ചിലപ്പോൾ തിരിഞ്ഞു പോകും. ഓക്കെ, അപ്പം ഡിസ്ലെക്സി എന്നൊരു രക്ഷപ്പെടലൊന്നുമില്ല. അപ്പൊ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞപ്പം പറഞ്ഞു, ഇന്ത്യയിലെ ടയർ 1 കോളേജ്, അല്ലെങ്കിൽ ആദ്യത്തെ 3-4 സ്ഥാനത്തുള്ള കോളേജിൽ പഠിച്ചിറങ്ങിയ ആളാണ് ഞാൻ. അപ്പൊ താങ്കളുടെ എനിക്കിപ്പോഴും പഠനത്തിൻ്റെ താങ്കളുടെ ക്വാളിഫിക്കേഷനുകളൊന്ന് ആദ്യം ഒന്നുകൂടിയും ക്ലിയർ ആവണമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ഞാൻ എന്താ പറയാ, പിന്നാണെങ്കിൽ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. ഉം. അതേപോലെ തന്നെ അത് കഴിഞ്ഞ് IIM-ൽ നിന്നും MBA ചെയ്തു. ഞങ്ങൾക്ക് ജനറൽ മാനേജ്മെന്റ് എന്നാണ് പറയുക, സ്ട്രാറ്റജി മാനേജ്മെന്റ് ആണ് എൻ്റെ കൂടുതൽ എലക്റ്റീവ്സ് വന്നത്. അപ്പം അതാണ് എൻ്റെ ഒരു എന്താ പറയാ വിദ്യാഭ്യാസ യോഗ്യത. അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കും ഇങ്ങനെ ഡിസ്ലെക്സിയ ഉള്ള ആൾ, അല്ലെങ്കിൽ എന്താ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇപ്പം എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതായത് എന്നെയും എൻ്റെ കണക്ക് ടീച്ചറിന്, എന്നെ ഒരു 7ാം ക്ലാസ് വരെ ഉള്ള എൻ്റെ കണക്ക് ടീച്ചറിന് മറ്റേ നമ്മൾ പറയല്ലേ സാത്താനും കുരിശ് കണ്ട ആൾക്കാണ്. അപ്പൊ ഉം. അതേപോലെ ആയിരുന്നു ടീച്ചറിന് എന്നെ കാണുന്നത്, മനസ്സിലായില്ലേ? അപ്പം പിന്നെ ആണെങ്കില് അപ്പൊ ഇത് 7ാം ക്ലാസ് വരെ എനിക്ക് എന്താ പറയാ മാത്സിലൊക്കെ ഡിജിറ്റിലാണ് മാർക്ക്, 1, 2 എന്നൊക്കെയുള്ള മാർക്കായിരുന്നു. അപ്പം ഇനി മാത്സിന്റെ ഒരു എന്താ പറയാ, അപ്പൊ മാത്സും രണ്ട് സാധനങ്ങളാണ്. അപ്പൊ ഞാൻ വളരെ ലേറ്റ് ആയിട്ട് വായിച്ച ആളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ 4ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് വായിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ വളരെ ലേറ്റ് ആണ്. അപ്പം നോർമൽ ഒരു കുട്ടിക്ക് ആ, ബുദ്ധിമുട്ടുണ്ടാവുന്ന, അല്ലെങ്കിൽ വായന എളുപ്പമാവുന്ന സമയങ്ങളിലൊന്നും എനിക്ക് എളുപ്പമല്ലായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ആൾക്കാരെന്താ എന്നാ വേറെ ഒരുപാട് തരം കഴിവുകളുണ്ട് വേറെ. അപ്പം ഒരു എന്താ പറയാ ഒരു പഠിക്കാൻ മടിയൻ എന്നൊക്കെയുള്ള രൂപത്തിൽ ആൾക്കാർ നിർവചിക്കുന്ന ഒരു യൂഷ്വൽ കേസാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ളവർ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി പഠിച്ചാൽ എന്ത് തോന്നിയാസം കാണിച്ചാലും ഫൈനാണ്, എല്ലാവരും ഉൾക്കൊള്ളും. പക്ഷെ ഒരു കുട്ടി പഠിക്കാൻ മോശമായാൽ, അവൻ എത്ര നല്ല കുട്ടിയാണെങ്കിലും അവനൊരു മോശം കുട്ടിയാവും. അപ്പൊ പഠിക്കുക എന്നുള്ളത് ഒരു കുട്ടിയുടെ നന്മയോ തിന്മയോ കാണിക്കുന്ന ഒരു സംഗതിയല്ലേ. ഇപ്പൊ ഞാൻ ഭയങ്കര മാർക്കൊക്കെ വാങ്ങാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ കയ്യിൽ നല്ല കയ്യിലിരിപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്നൊക്കെ ഞാൻ നല്ല കുട്ടിയായിരുന്നു. അതെ അതെ. ഉം. അപ്പൊ അതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ നമ്മളെ എങ്ങനെ ആയിരിക്കും നിർവചിക്കുക എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് സ്കൂള് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതിന് കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും അതിന്റെ ഒരു അവശേഷിക്കുന്നു എന്ന് പറയാൻ കാരണം, ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു സ്കൂളിലേക്ക് എന്തെങ്കിലും പ്രോഗ്രാമിനോ വല്ല ക്ലാസ് എടുക്കാനോ, അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം അങ്ങനെയൊക്കെ ക്ഷണിക്കുമ്പം അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇപ്പോഴും ഏതെങ്കിലും ഒരു സ്കൂളിൽ കയറുമ്പം ആദ്യം കുറെ നേരം നെഞ്ചിലൊരു ആ ഒരു മുമ്പുള്ള ഫീലിങ്ങും സ്മരണകളൊക്കെ വരും. എനിക്ക് സ്കൂൾ കണ്ട അങ്ങനെ ഒരു പ്രശ്നം വരും. ഇപ്പോഴും വയസ്സ് കുറെ ആയി, ഭരിക്കാറായിട്ട് അള്ളാഹുലോ, പക്ഷെ എന്താ പറയാ വയസ്സ് കുറെ ആയി, ഇപ്പോഴും സ്കൂളിൽ ചെല്ലുമ്പോ പേടിയുണ്ട്. ഓക്കെ. ഈ ഹോം സ്കൂളിങ്ങിൻ്റെ അവിടെയാണ് നമ്മൾ ആ അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയാമെന്ന് പോകുന്നു. ഈ ഹോം സ്കൂളിങ്ങിൻ്റെ അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? അല്ല, അതിന് എന്തു കൊണ്ട് എന്നുള്ളത് അതെ. അപ്പൊ എനിക്ക് ഈ ഒരു പേടി ഉള്ളതുകൊണ്ടാണ്
അപ്പൊ എൻ്റെ കുട്ടികൾ അപ്പൊ അവരിപ്പോ ഒരു എൻ്റെ പോലെ ആണെങ്കിൽ അവർക്ക് സ്കൂൾ ഒരു ബുദ്ധിമുട്ടായാലോ എന്ന് വിചാരിച്ച് ഒരു തോട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ഹോം സ്കൂളിങ് ചെയ്യാം. അപ്പൊ എൻ്റെ ഭാര്യ റെഡി അല്ലായിരുന്നു. അപ്പൊ രണ്ട് ഭാര്യയും ഭർത്താവും മനസ്സാൽ ഇതിലല്ലെങ്കിൽ ഒരിക്കലും വിജയിക്കുന്ന ഒരു സാധനമല്ല. രണ്ടുപേരുടെയും പൂർണ്ണ മനസ്സോടെ ഒരാളെ നിർബന്ധിച്ച് തള്ളിയിട്ടിട്ട് ഭർത്താവിന് ഭാര്യയോ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ചെയ്യാൻ പറ്റിയ ഒരു സാധനമല്ല. കുടുംബത്തിലെ ഒരുവിധം കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. എന്നാൽ ഹോം സ്കൂളിംഗ് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് കുട്ടികളുടെ ഭാവിയും രണ്ടുപേരുടെ ചേർച്ചയും ഒക്കെ ഒരുപാട് എന്താ പറയാ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം എൻ്റെ ഭാര്യയും എല്ലാം ആ മോഡിലേക്ക് എത്താൻ 36 എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ നമുക്ക് ഒരു കൊല്ലം എന്ന് തീരുമാനിക്കാൻ അത് കുറച്ച് കൊല്ലങ്ങൾ എടുത്തു. അപ്പോഴാണ് ഈസ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എന്തോ ആണ്. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പം അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, നിങ്ങൾ ചോദിച്ച ചോദ്യം ഒന്നും കൂടെ പറഞ്ഞു. ഓരോ മക്കളും ഇപ്പോൾ ഏത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു? 4 മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ അപ്പം ഇവർ ആക്ച്വലി IGCSE ആണ് സിലബസ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. IGCSE എന്ന് വെച്ചാൽ കേംബ്രിഡ്ജിന്റെ സിലബസ് ആണ്, ഇന്റർനാഷണൽ കരിക്കുലമാണ്. അപ്പം അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ IGCSEക്ക് ഒരു ഹോം സ്കൂളർ ആയിക്കൊണ്ട് പോയി 10ാം ക്ലാസ് എഴുതുന്നതിൽ ഒരു കുഴപ്പമില്ല. രണ്ട്, ഏത് വയസ്സിൽ എഴുതാം. അതിപ്പം 9 വയസ്സിൽ 10ാം ക്ലാസ് എഴുതാം, 12 വയസ്സിൽ 10ാം ക്ലാസ് എഴുതാം. അപ്പോൾ ഒരു 15, 14, 15 എന്നുള്ള ഒരു SSLCയുടെയോ CBSEയുടെ ലിമിറ്റേഷൻ ഇല്ല. പിന്നെ മൂന്നാമത് കുറെ കൂടെ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങിന് എനേബിൾ ചെയ്യുന്ന ഒന്നാണ്. 4, പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടാൻ കുറച്ചും കൂടെ ഉപകാരപ്പെടുന്നതാണ് IGCSE എടുത്തത്. ഈ IGCS പോലുള്ള കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ എഴുതാൻ സെൻറ്ററുകളിലേക്ക് പോകേണ്ടി വരും ആദ്യം നമുക്കതും? അല്ല, സെന്ററുകളിലേക്ക് പോകേണ്ട വരും. നമ്മളൊരു സ്കൂളുമായി ചേർന്നുകൊണ്ടാണ്. ഇപ്പം സദ്ഭവന കോഴിക്കോടാണെങ്കിൽ സദ്ഭവനയുണ്ട്, ട്രിവാൻഡ്രത്താണെങ്കിൽ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളുണ്ട്, കൊച്ചിയിലാണെങ്കിൽ എന്താ പറയുക ഗ്ലോബൽ നമ്മുടെ ചോയ്സ് ഉണ്ട്, ചോയ്സ് അല്ല ജെംസ് ഉണ്ട്. അപ്പം അങ്ങനെ എന്താ പറയുക കുറേ സ്കൂളുകളുണ്ട്, IGCSEയിലുള്ള കുറേ സ്കൂളുകളുണ്ട്. ഇനി അതുമല്ല, ഇപ്പം നമുക്ക് ഇടയ്ക്ക് ഇനി സ്കൂളിൽ കൊണ്ടാക്കണം എന്നുണ്ടെങ്കിലും സ്കൂളിലേക്ക് ഒരു ക്ലാസ്സിൽ ചേർക്കണം എന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ വെൽക്കമിങ് ആയിരിക്കും IGCSE സ്കൂളുകൾ. പക്ഷെ ഒരു പ്രശ്നമുള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇപ്പം ആളുകൾ വിചാരിക്കും ഹോം സ്കൂൾ ചെയ്താൽ എക്സ്പെൻസ് കുറയുമെന്ന്. എനിക്ക് തോന്നുന്നു കുറച്ചാൾ മുമ്പ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ഔട്ട് ചെയ്ത് എടുത്ത് തന്നെ 20,000 രൂപയ്ക്കാണ്. അപ്പം എന്താ പറയാ കളർഫുൾ ആയിരിക്കും എക്സ്പെൻസീവ്. അത്രയും. IGCSEയുടെ മെറ്റീരിയൽ ആണെങ്കിലും അല്ലെങ്കിൽ സ്കൂളാകുമ്പോൾ ഇപ്പോൾ ഒരു ടൂർ പോകാൻ എല്ലാ കുട്ടികളും കൂടെ ആകുമ്പം ഒരാളുടെ ഹെഡ് ഇത്ര രൂപ ആവത്തുള്ളൂ. ഒരു നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്കൂളിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക, എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ പോലും പല കാര്യങ്ങളും വ്യത്യസ്തമായൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പം ആക്ച്വലി എക്സ്പെൻസ് കൂടുതലാണ് ആ ഹോം ലെവലിൽ സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ പരിപൂർണമായി വീട്ടിലിരുന്ന് തന്നെ പഠിക്കുക അല്ലേ? അങ്ങനെ അതിൻ്റെ ഒരു അങ്ങനെയില്ല. സ്ട്രക്ചർ. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് മെജോറിറ്റി ഓഫ് ദ പേപ്പറുകൾ ഇപ്പം രണ്ട് രീതിയാണ്. ഒന്ന് അക്കാഡമിക്സ് ആവാൻ, രണ്ട് ഇസ്ലാമിക് ആവാം. ഇപ്പം തജ്വീദ്, ഖുർആന്, ഹിഫ്ദ്, അല്ലെങ്കിൽ എന്താ പറയുക സീറ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉൾപ്പെടെ. അക്കാഡമിക്സ് എന്ന് പറയുമ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അവിടെ തന്നെ IGCSEയിലും ഇസ്ലാമിയത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ആണ് ഇസ്ലാമിയത്ത്. സിലബസിൽ തന്നെ വരുന്നുണ്ടല്ലേ? അത് നമ്മളൊരു എലക്റ്റീവായി ഇപ്പൊ നമുക്ക് ഹിസ്റ്ററിക്ക് പകരം ഇസ്ലാമിയത്ത് എടുക്കാം. അവർ ഭയങ്കര ചോയ്സ് ആ ആണ്. IGCSEയുടെ ഗുണം എന്ന് വെച്ചാൽ വൈഡ് റേഞ്ച് ഓഫ് ചോയ്സ് ആണ്. നമുക്കിപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സബ്ജക്ട് വേണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെ എടുക്കാം. ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് എടുക്കണമെങ്കിൽ അതെടുക്കാം, ഫിനാൻസ് എടുക്കണമെങ്കിൽ ഫിനാൻസ് എടുക്കാം. അപ്പൊ ഞങ്ങളുടെ ഇവിടെ തന്നെ ഒരു കുട്ടി കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുണ്ട്, ഒരു കുട്ടി അക്കൗണ്ടൻസി എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയാ ഓക്കെ, അപ്പോൾ അതിൽ ഇതിൽ ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ട്യൂട്ടർ അനിവാര്യമായി വരൂലേ? അതില്ലാതെയാണോ ഈ ഹോം സ്കൂളിംഗ്? അത് വേണ്ട വരും. പിന്നെ പക്ഷേ ഒന്ന് രസം വെച്ചാൽ ഏറ്റവും ഏറ്റവും അടിസ്ഥാനപരമായി ഒരു പേരന്റിന് ഒരു 100% അതിലൊരു ഇൻവോൾവ്മെന്റ് ഒരു പേരന്റിന്റെ തന്നെ വരണം. മിനിമം പറഞ്ഞിട്ടുണ്ട്. രണ്ട് പേരൻസ് അതിൽ ഇൻവോൾവ് ചെയ്താൽ വളരെ നല്ലതാണ്. പക്ഷെ ഒരാളിന്റെ ഓണർഷിപ്പ് അതിലുണ്ടാവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിനൊരു എന്താ പറയുക അവരെ പഠിപ്പിക്കാൻ യോഗ്യതയുള്ളവരാണ് എന്നുള്ളത് കൊണ്ട്, ഞാനാണെങ്കിലും ഭാര്യയാണെങ്കിലും അപ്പൊ ഞങ്ങളാണ് ട്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു ടീച്ചിങ് സ്റ്റൈൽ തന്നെ ഒരു സെൽഫ് ലേണിംഗ് ആണ്. അത് കുട്ടികൾ അവർക്ക് പഠിക്കാനുള്ളത് അവരുടെ താല്പര്യം. ഇപ്പം നമ്മൾ അവരെ കുറെ പഠിപ്പിക്കണതിനപ്പുറം പഠിക്കാനുള്ള താല്പര്യമാണ് ജനിപ്പിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പം രാവിലെ ഇന്ന പോർഷൻ പഠിക്കണമെങ്കിൽ അത് അവരുടെ ആവശ്യമാണ്, എൻ്റെ ആവശ്യമല്ല. അപ്പൊ അത് അവരെൻ്റെ സമയം ഉണ്ടാക്കി എൻ്റെ അടുത്ത് വരിക എന്ന് പറയുന്ന രീതിയാണ് നമ്മൾ പൊതുവെ ഫോളോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക അവർക്ക് അതുകൊണ്ടൊരു പോസിറ്റീവ് എന്താന്ന് വെച്ചാൽ ചില സബ്ജക്റ്റുകളൊക്കെ വളരെ ഇപ്പം എന്താ പറയുക എൻ്റെ 10 വയസ്സുള്ള കുട്ടി 9ാം ക്ലാസ്സിലെ
ആണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പം ഇപ്പോൾ ഉള്ള എന്താ പറയാ 14 വയസ്സുള്ള ഒരാള് 10ഉം 11ഉം 12ഉം ഒക്കെയാണ് പഠിക്കുന്നത്. ഉം. അപ്പം ആ മാത്തിൽ അതാ ഞാൻ പറഞ്ഞത്, മാത്തിലാണ് അവർ പഠിക്കുന്നത്, കണക്കാണ് അവർക്ക് എളുപ്പമുള്ള അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്. അപ്പം അവിടെ അതിന്റെ ഒരു നഷ്ടം ലഭിക്കുന്ന ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചില സബ്ജക്റ്റുകൾക്കാണ്. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. കാരണം അവർക്ക് ഇഷ്ടം കയറുന്ന സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിപ്പിക്കുക, അവരാണ് ഡ്രൈവ് ചെയ്യുക. യെസ്. അപ്പം ചില സബ്ജക്റ്റുകൾ ബാക്കിലായി പോകും. ഇപ്പൊ അവർ യൂണിവേഴ്സ് സ്വയം താല്പര്യമെടുത്ത് അവർക്ക് ഇൻട്രസ്റ്റീവായ വിഷയത്തിലാണ് അവർക്ക് കൂടുതൽ ഇതുണ്ടാവുക അല്ലേ, ഡെപ്തായിട്ടുള്ള അറിവുണ്ടാവുക. ഫോർ എക്സാമ്പിൾ എന്റെ മൂത്ത മോൻ മലയാളം ഇഷ്ടമല്ല, അതുകൊണ്ട് മലയാളം അവന് വായിക്കാൻ ശരിക്കും അറിയില്ല. പക്ഷെ IGCSE അത് ആവശ്യമില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്റെ എന്താ പറയാ രണ്ടാമത്തെ ആള് മലയാളം ഭയങ്കര ഇഷ്ടമാണ്, ഓൻ വായിക്കും. ഈ IGCS സിലബസ് പഠിക്കുമ്പോൾ നമുക്ക് നമ്മൾ എടുക്കുന്ന ഇപ്പൊ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവർ നമുക്ക് മെൻറ്റർമാർ നമ്മൾ ആവശ്യപ്പെട്ടാൽ പ്രൊവൈഡ് ചെയ്യുമോ? അല്ല, അതാണ് IGCSEയിൽ അല്ലെങ്കിലും വേറെ പ്രൈവറ്റ് ആയിട്ട് അങ്ങനെ ഹോം സ്കൂളിങ്ങിന് IGCSEയിൽ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇങ്ങനെ ഹോം സ്കൂളേഴ്സിന് എഴുതാവുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ പൈസ നമ്മൾ എന്താ പറയുക ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, ചിലപ്പോൾ സാധാ സ്കൂളിനേക്കാൾ എക്സ്പെൻസീവ് ആയിരിക്കും അത്. അപ്പം അങ്ങനത്തെ സംഗതി അങ്ങനത്തെ സംഭവം ഉണ്ട്. അത് എന്തിനാണ് കൂടുതൽ എന്ന് വെച്ചാൽ ഇപ്പൊ കാനഡ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എക്സ്ട്രീം വെതർ ഉണ്ടല്ലോ, ചില സമയത്ത് സ്കൂളിൽ വിടാൻ പറ്റൂല. അപ്പം അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും കൂടെ വേണ്ടിയാണ്. അല്ലെങ്കിൽ ചില സ്ഥലത്തുള്ളവർക്ക് സ്കൂളിൽ പോകാൻ പറ്റൂല ചില സീസണിൽ. അപ്പൊ അതിനും കൂടെ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു സംവിധാനം ഉള്ളത്. നമ്മളത് അനുഭവിച്ച് അറിഞ്ഞതുമാണ്. ഏകദേശം 2-2.5 കൊല്ലത്തോളം കൊറോണ ആ കാലഘട്ടത്തിൽ. ഇപ്പോ കോവിഡിന്റെ കാലഘട്ടത്തിലാണ്. അതെ ഓക്കെ അതെ. സർ, പിന്നെ ഒരു ഇതിലിപ്പോൾ താങ്കളിപ്പോൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഈ വിഷയത്തിലുണ്ട്. താങ്കളുടെ മക്കളെ ഹോം സ്കൂളിംഗ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ താങ്കളുടെ ആ ഒരു എക്സ്പീരിയൻസിൽ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അതിൻ്റെ ഒരു ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്, രണ്ടും കൂടിയും ഒരു സിമിലാരിറ്റീസ് താരതമ്യപ്പെടുത്തി ഒന്ന് പറയാമോ? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, എഡ്യൂക്കേഷൻ ആണ് ലോകത്ത് ഇപ്പം പലതും പേഴ്സണലൈസ്ഡ് ആണ്. ഇപ്പം നമുക്കിടുന്ന വസ്ത്രം തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരാൾക്ക് വേണ്ടി പേഴ്സണലൈസ് ചെയ്യാം. അതേപോലെ ഇപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം ഒരു മൊബൈൽ ഫോണിന്റെ ഇതുവരെ പേഴ്സണലൈസ് ചെയ്യാം. അപ്പം എഡ്യൂക്കേഷൻ ഒരാളുടെ പഠനം എങ്ങനെയെന്നുള്ളത് പേഴ്സണലൈസ് ചെയ്യാൻ കഴിയണം. അത് സ്കൂളുകൾക്കും പറ്റും ആക്ച്വലി. ഒരു 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 അതിനൊരു പണിയും എഫേർട്ട് എടുത്ത് അങ്ങനെ ചെയ്യുന്ന സ്കൂളുകൾ ലോകത്തുണ്ട്. അപ്പം അവിടെ പിന്നെ ആണെങ്കിൽ നമുക്ക് ഹോം സ്കൂളിങ്ങിൽ പേഴ്സണലൈസ് ചെയ്യാം. ഇപ്പൊ എൻ്റെ ഈസയ്ക്ക് പഠിക്കേണ്ട രീതിയിൽ ഇഷ്ടമുള്ള സബ്ജക്റ്റുകളെ ഈസയ്ക്ക് കൊണ്ടുപോകാം. അടുത്ത ആളെ ഓരോരുത്തരുടെയും രീതി അനുസരിച്ച് മാറാം. എൻ്റെ മൂത്ത ആളുടെ പോലെയല്ല രണ്ടാമത്തെ ആള്, രണ്ടാമത്തെ ആളുടെ പോലെയല്ല മൂന്നാമത്തെ ആൾ. അപ്പൊ അവർക്കനുസരിച്ച് തന്നെ എൻ്റെ തന്നെ കുട്ടികളുടെ ഇടയിൽ ആ വ്യത്യസ്തത ഉള്ളപ്പം ഒരു 40 കുട്ടികൾക്ക് ഒരേ രീതിയിൽ പഠിപ്പിച്ചാൽ മനസ്സിലാകും എന്നുള്ളത് അല്ല. ഓക്കെ എന്ന് വെച്ചിട്ട് ഒരുപാട് പേരെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്നത് തെറ്റല്ല, അതിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിലും പഠനങ്ങളുണ്ട്. ഒരുപാട് പേര് 60 പേര് ഒരു ക്ലാസ്സിൽ വെച്ചൊരു നല്ലൊരു ആ, ഒരു വളരെ സെലിബ്രേറ്റഡ് പ്രൊഫസർ ക്ലാസ് എടുത്താൽ, സാറ് ക്ലാസ് എടുത്താൽ അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അതിനോടൊപ്പം ആ കുട്ടികൾക്ക് മെന്ററിങ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടൈമും കൂടെ കൊടുത്താലാണ് അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സാധനം നടക്കുക. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഹോം സ്കൂളിങ്ങിൽ അതുണ്ടാവും. അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്നുള്ളത്. ഏറ്റവും വലിയ നെഗറ്റീവ് എന്താന്ന് വെച്ചാൽ സ്കൂള് നമ്മളെന്ന് അറിയാതെ തരുന്ന ഒരുപാട് ഫ്രീ ആയി കിട്ടുന്ന നന്മകളുണ്ട്. ഫ്രീ അല്ല, അതിന് ഫീസ് കൊടുക്കണം, ബട്ട് സ്റ്റിൽ അതിനോടൊപ്പം കിട്ടുന്ന നന്മകളുണ്ട്. ഒന്ന്, രണ്ട്, ഒരു 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 ഗ്രൂപ്പിൽ എങ്ങനെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ നമ്മൾ ആരും പിടിച്ച് ലീഡർ ആക്കാതെ തന്നെ നേതൃത്വ ഗുണങ്ങൾ ആൾക്കാർക്ക് എങ്ങനെ ജനിപ്പിക്കാം, ഒരു കോൺഫ്ലിക്റ്റ് രണ്ടുപേരും തമ്മിലുള്ള ഇഷ്യൂസിനെ എങ്ങനെ റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാമൂഹ്യമായ പിയർ ഗ്രൂപ്പ് ആയ കിട്ടൽ സ്കൂളിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഒരു ഒരു ഇഫേർട്ടും എടുക്കാതെ കുട്ടിയെ സ്കൂളിൽ വിട്ടാൽ തന്നെ ഇതെല്ലാം കിട്ടി വരും. അപ്പം അത് ഹോം സ്കൂളിങ്ങിൽ ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതിന് ചെയ്യണത് എന്താന്ന് വെച്ചാൽ അതിനുള്ള പണി ഞങ്ങൾ വേറെ എടുക്കും. അതായത് ഇപ്പൊ കുട്ടികളെ സ്റ്റിച്ചിങ് പഠിക്കാൻ സ്കൂളിൽ പോവും, പടം വരയ്ക്കാൻ പഠിക്കാൻ സ്കൂളിൽ പോവും. അല്ലെങ്കിൽ ഞങ്ങൾ വീടെടുത്തിരിക്കുന്നത് തന്നെ ഒരു ഫ്ലാറ്റ് ആണ്. അപ്പൊ അവിടെ ഈ കുട്ടികളുടെ ഞങ്ങൾ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചതിന്റെ കാരണം പോലും ഇവിടുത്തെ ആവറേജ്, ഇവിടെ താമസിക്കുന്ന കുട്ടികളുടെ ആവറേജ് ഏജ് ഗ്രൂപ്പ് പോയി 2-3 ദിവസം നോക്കി നിന്ന് പഠിച്ച് എന്നിട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാവും. അതായത് അവരൊരു വൈകുന്നേരം 4 മണി തൊട്ട് ഒരു 6 മണി വരെ ഇവിടുത്തെ ഗ്രൗണ്ടിലായിരിക്കും. അപ്പൊ ഈ 2 മണിക്കൂർ അവർക്ക് അത് കിട്ടണം എന്നുള്ളത് ഉറപ്പിച്ചിട്ടാണ്. അവരുടെ സമപ്രായക്കാരുമായി ബന്ധപ്പെട്ട് ഒരു കൂടിക്കലർന്ന് ഇടപഴകുമ്പോൾ മാത്രമേ ആ പ്രായക്കാരുടേതായ വ്യക്തിത്വവും കൂടിക്കലരും ഒരു പിയർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു ഡിസ്കഷനും സ്വഭാവ രൂപീകരണമൊക്കെ ഉണ്ടാവുള്ളൂ. അതിനും വേണ്ടിയിട്ട് ആയിരിക്കാം അല്ലേ? യെസ് യെസ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും ഒരു 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 മുസ്ലിം പാരന്റ്സ് പലപ്പോഴും എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറയും, ഞങ്ങൾക്ക് ഹോം സ്കൂൾ ചെയ്യണം, കാരണം ഞങ്ങൾക്ക് അതായത് അവർ തിന്മകളിലേക്കൊന്നും പോവാതിരിക്കാൻ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയില്ല, ദയവായി ഈ കാരണം കൊണ്ട് നിങ്ങൾ ഹോം സ്കൂൾ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര ഇപ്പൊ നമുക്ക് അവരെ കല്യാണം കഴിപ്പിച്ച് അവിടെ ഒരു ഗ്ലാസ് കൂട്ടിൽ വളർത്താൻ പറ്റൂലല്ലോ. ഒരു ഘട്ടത്തിൽ ഇവര് ലോകത്തേക്ക് ഇറങ്ങും. ലോകം എന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും മിക്സറാണ്, അവിടെ നന്മയുണ്ട് തിന്മയുണ്ട്. അപ്പൊ ചെറിയ ക്ലാസ്സിൽ ചെറിയ വയസ്സിലാണ് നമുക്ക് അവരെ മോൾഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു സ്കൂളിൽ പോയി ഒരു ചീത്ത വാക്ക് കേട്ടു വന്നു, നമ്മുടെ അടുത്ത് അത് പറഞ്ഞു, നമുക്ക് അവരെ മോൾഡ് ചെയ്യാം. എന്നാൽ ഒരു യെസ്. 21 വയസ്സായി ആദ്യമായിട്ട് ലോകത്തിറങ്ങുന്നു, അല്ലെങ്കിൽ 18 വയസ്സിൽ ആദ്യമായിട്ട് ലോകത്തിറങ്ങുന്നു, അവൻ കേൾക്കുന്ന ഒരു സാധനം അതേപോലെ വന്ന് നമ്മളോട് പറയൂല. ഒന്ന്, രണ്ട്, നമ്മളും അവനുമായി കുറെ ഏജിന്റെ വ്യത്യാസവും കാര്യങ്ങളും ഉണ്ടാവും, നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളെ ഒരു നമ്മൾക്ക് ബന്ധമുള്ളപ്പോൾ തന്നെ മോൾഡ് ചെയ്യാനുള്ള ഒരു അവസരം കളയലല്ല ഹോം സ്കൂളിംഗ്. അത് തിന്മ, അങ്ങനെ ഒരു തിന്മ സംരക്ഷിക്കപ്പെടലില്ല ഹോം സ്കൂളിംഗ് കൊണ്ട്. തീർച്ചയായും അതിനോട് ഉത്ബോൽപകമായി ഒരു ഹദീസ് കൂട്ടിച്ചേർക്കാമെന്ന് എനിക്ക് തോന്നുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു അഫ്ളലായ ഒരു മുഅ്മിൻ അദ്ദേഹം അല്ലദീ യുഖാലിത്തു നാസ വയസ്ബിറു അലാ അദാഹും, ജനങ്ങൾക്ക് സമൂഹത്തിൽ ഇടകലരുകയും അങ്ങനെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്ന ആളാണ് ഏറ്റവും നല്ല വിശ്വാസി എന്ന് നമ്മൾ സാന്ദർഭികമായി അത് ഓർക്കുകയാണ്. ആ റസൂൽ പറഞ്ഞ പോലെ രൂപത്തിലേക്ക് കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കുന്ന രീതിയിൽ ആകണമെന്നുള്ളതാണ് ഈ ഹദീസിന്റെ ഒരു തേട്ടം, അല്ലേ? ഈ തീർച്ചയായും സമയത്ത് ഓർമ്മപ്പെടുത്തിയത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒരു ചെറിയ രീതിയിൽ ഇൻഷാ അള്ളാ നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, റുസ്തമിൻ്റെ സംസാരത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത്, പാരൻസ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേറ്റഡ് ആവണം, എന്നാൽ അങ്ങനെ ചില കണ്ടീഷനുകളുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആർക്കൊക്കെയാണ് ഈ ഹോം സ്കൂളിംഗ് താങ്കൾ പ്രിഫർ ചെയ്യുന്നത്? ഞാൻ ആർക്ക് റെഫർ ചെയ്യുന്നില്ല. ആർക്കെങ്കിലും അവർക്ക് ഹോം സ്കൂളിങ്ങിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് സ്വയം ചിന്തിക്കാവുന്ന ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് ഇങ്ങനെ പറയാം. ഒന്ന്, ഒരു പേരന്റെങ്കിലും കംപ്ലീറ്റ്ലി അതിനോട് കമ്മിറ്റ് ചെയ്യാൻ റെഡി ആവണം. ഒന്ന്. രണ്ട്, അത്യാവശ്യ സ്ഥലം വീട്ടിലുണ്ടാവണം. കാരണം ഒരു സ്പേസ് വീട്ടിലില്ലെങ്കിൽ കുട്ടികൾ ഇവിടെ ആണ് ഉണ്ടാവുക, ബേസിക്കലി വീട്ടിലാണ് ഉണ്ടാവുക. മൂന്ന്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവർക്ക് പുറത്തിറങ്ങി അവരുടെ പിയർ ഗ്രൂപ്പുമായി ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം അതിലുണ്ടാകണം. നാലാമത് മാത്രമാണ് പേരൻസ് ക്വാളിഫൈഡ് ഇനഫ് ആവണം. അത് പറയാൻ കാരണം, നമുക്കിപ്പം ഹോം സ്കൂളിംഗ് തന്നെ പുറത്തുള്ള ഒരു ടീച്ചറിനെ വെച്ച് വീട്ടിൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് പക്ഷേ ഉത്തരവാദിത്വം ഒന്നാണ്, പഠിപ്പിക്കൽ വേറൊന്നാണ്. അപ്പം അതിനുള്ളൊരു ക്വാളിഫൈഡും അതിനുള്ളൊരു നോളജും ഉണ്ടാവണം. അഞ്ചാമതാണെങ്കിലും ഏറ്റവും പ്രധാനമുള്ളത്, ഒരു പേരന്റിനും കുട്ടിയുമായുള്ള നല്ല ബന്ധം വേണം. കാരണം ഇപ്പൊ ഒരു ബന്ധം മോശമാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ കുറെ നേരം കാണത്തില്ല, തിരിച്ചു വരുമ്പോൾ കുറച്ച് നേരം അതിൻ്റെ ഒരു സ്നേഹം ഇഷ്ടമൊക്കെ ഉണ്ടാവും. ഒന്ന്, അവർ രണ്ടുള്ള ബന്ധം മോശമാണെങ്കിൽ ഹോം സ്കൂളിങ്ങും കൂടെ ആയിക്കഴിഞ്ഞാൽ തേറ്റി അടിച്ചങ്ങോട്ട് പിരിയും. അപ്പം അതിന് പ്രത്യേകിച്ച് കാരണം, നമ്മൾ ഒരു പേരന്റിന് അവരുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഉദാഹരണം ഞാൻ തന്നെ പറയാം. ഇപ്പൊ എൻ്റെ ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഞാൻ 2 ആഴ്ച മുമ്പ് ഞാൻ പഠിപ്പിച്ച ഒരു കൺസെപ്റ്റ് ആയിരിക്കും ഓൻ പെട്ടെന്ന് മറന്നു പോകും, അല്ലെങ്കിൽ ഓൾ പെട്ടെന്ന് മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ പുറത്തുള്ള ഒരാളെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഇമോഷൻസ് എനിക്ക് അത് പുറത്തുള്ള ഒരാളാണ്, ഇതെന്ന് പറയുന്നത് എൻ്റെ ഭാഗമാണ്. അപ്പൊ എനിക്ക് ദേഷ്യം ചിലപ്പോൾ കൂടുതൽ വരും. നമുക്കറിയാലോ, നമ്മുടെ കുട്ടിയെ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വരും. അത് കൺട്രോൾ ചെയ്യാൻ നമുക്കറിയില്ല. അവിടെ നമുക്ക് നമ്മുടെ കുട്ടിയോട് അങ്ങനെ സംഭവിക്കും ഒരാൾക്ക് എന്നുള്ളത് അറിയില്ലെങ്കിൽ നമ്മൾ ദയവായി ഹോം സ്കൂൾ ചെയ്യാൻ നിൽക്കരുത്. ഇതൊക്കെ ചേർന്ന് വന്നാൽ മാത്രം, എന്നിട്ട് നിങ്ങൾ പൂർണ്ണമായി ആലോചിച്ച് തീരുമാനിച്ച് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഒരുമിച്ച്, അത് ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിൽ അവർ ഒരുമിച്ച് തീരുമാനിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ, ഈ 6 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഹോം സ്കൂൾ ചെയ്യാം. ഇത് തീർച്ചയായും ഹോം സ്കൂളിംഗ് അല്ലാതെ തന്നെ സ്ഥിരമായിട്ട് സ്കൂളിൽ പോയി വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് രാത്രി വായിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് പെട്ടെന്ന് ദേഷ്യം കയറി 2 കൊട്ടൊക്കെ കൊടുക്കുന്ന ഒരു രീതിയിലാണ് പോകുന്ന പൊതുവെ മിക്ക പാരൻസും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഇത് ഒരിക്കലും എന്തല്ല, പ്രാപ്യമല്ല, യോജിച്ചതല്ല എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയണം, അല്ലേ? തീർച്ചയായും. അതോടൊപ്പം ഒരു കാര്യം കൂടി ക്ലിയർ ചെയ്യാൻ, നമ്മൾ ഇപ്പോൾ ഈ ഭൗതിക വിദ്യാഭ്യാസം സംബന്ധിച്ചാണ് ഇപ്പോൾ താങ്കൾ കൂടുതലും സംസാരിച്ചത്. നമുക്ക് മതപഠനം അത് വളരെ അനിവാര്യമാണല്ലോ, ആവശ്യകതയുമുണ്ട്. നമ്മൾ അതിനു വേണ്ടി ഇപ്പോൾ നമ്മുടെ നിലനിൽപ്പ് കൂടിയാണ്. ഇപ്പോൾ ഈ അടുത്ത് കോടതി വിധി കൂടി അതിൽ വന്നു. അത് ഓരോരുത്തരുടെ ആവശ്യമാണ്, അത് തിരസ്കരിക്കപ്പെടാൻ പാടില്ല മതപഠനം. അത് മദ്രസ സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിലും മറ്റു നാടുകളിലൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഹോം സ്കൂളിംഗ് പ്രിഫർ ചെയ്യുന്നവർ എങ്ങനെയാണ് മതപഠനം സാധ്യമാക്കുക? ഒന്ന്, അതിനുള്ളൊരു കഴിവുണ്ടോ എന്ന് ആദ്യം നോക്കണം. മതപഠനം എന്ന് പറയുമ്പോൾ ഞാൻ അക്കാഡമിക് പഠനത്തെക്കാൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ്
ആ രൂപത്തിൽ നമ്മളതിന് കേപ്പബിൾ ആണോ എന്നുള്ളത്. ഇപ്പം ഏത് സ്കൂളിൽ പോയ ഒരാൾക്കും അല്ലെങ്കിൽ ഏത് കോളേജിൽ പോയ ഒരാൾക്കും ഒരു സ്കൂൾ കുട്ടിയോ 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലും അറിവ് കൊണ്ട്, നോളജ് കൊണ്ട് ചിലപ്പോൾ പഠിപ്പിക്കുന്ന രീതി അറിയാവോ ഇല്ലയോ എന്ന് വേറെ ചോദ്യമാണ്. അറിവ് കൊണ്ട് ചിലപ്പം അറിയായിരിക്കും. ഇപ്പോൾ 1+1 2 ആണെന്ന് ചിലപ്പോൾ അറിയുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം, പക്ഷെ പറഞ്ഞു കൊടുക്കുന്ന രീതി അറിയാമെന്നുള്ള വേറെ കാര്യം. പക്ഷെ ഒരു മതപഠനം എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളതിൽ ഒന്ന് നോളജബിൾ ആണോ എന്ന് നോക്കുക. നമുക്ക് ഒരു മതം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിവും പക്വതയും, രണ്ട് കാര്യങ്ങൾ. നോളജ് ആൻഡ് വിസ്ഡം. നോളജ് ഒന്നാണ്, വിസ്ഡം ഒന്നാണ്. അപ്പം ആ, ഞാൻ സംഘടന എന്ന അർത്ഥത്തിലല്ല ഇവിടെ വിസ്ഡം എന്ന് ഉപയോഗിക്കുന്നത്, മറിച്ച് വിസ്ഡം എന്നുള്ള വാക്കിനർത്ഥം. ഇതിനെന്താ മലയാളം പറയാ ബുദ്ധി വിസ്ഡത്തിന്? ബുദ്ധി എന്ന് പറയാം അല്ലേ ബുദ്ധിയില്ല, തൽക്കാലം? ബുദ്ധിയല്ല. അല്ല. ബുദ്ധി എന്ന് പറയുമ്പോഴേക്കും അല്ല, ഇന്റലിജൻസ് ആണ്. വിസ്ഡം എന്ന് പറയുമ്പം നമുക്ക് എന്ത് എപ്പം പറഞ്ഞു കൊടുക്കരുതെന്നും അറിയണം, എന്തെപ്പം പറഞ്ഞു കൊടുക്കണം എന്നും അറിയണം. ഒരാളെ എപ്പോൾ തിരുത്തണം എന്ന് അറിയണം, അതൊരു നോളജ് അല്ല, നോളജിന് മുകളിൽ നിൽക്കുന്ന കാര്യമാണ് വിസ്ഡം എന്ന് പറയുന്നത്. അറിവ്. തിരിച്ചറിവ്. തിരിച്ചറിവ് എന്ന് പറയാം അല്ലേ? തിരിച്ചറിവെന്ന് വേണമെങ്കിൽ ആ. പറയാം. അതായത് ഒരു 100 ബുക്ക് വായിച്ചാൽ, ഇപ്പൊ എന്റെ ബാക്കി കുറെ ബുക്ക് കാണും നിങ്ങൾ, ആ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നാണെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ നോളജ് ഉണ്ടാവും, പക്ഷെ പറയേണ്ട കാര്യം എവിടെ കൃത്യമായിട്ട് പറയേണ്ടത്, ആരെങ്ങനെയാ തിരുത്തേണ്ടത് എന്നുള്ളത്, എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അപ്പം കുട്ടിയെ പ്രത്യേകിച്ചും ഇസ്ലാമിക പഠന രംഗത്ത് വേണ്ടുന്ന ഒരു കാര്യമാണ് വിസ്ഡം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണല്ലോ റസൂലുള്ള ഒരാളുടെ അടുത്ത് കൊടുത്ത ഉപദേശമല്ല ഒരേ ചോദ്യത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരിടത്ത് കൊടുക്കുന്ന ഉത്തരം. അപ്പം സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഇസ്ലാമിക അധ്യാപകനെ തന്നെ നിങ്ങൾ കണ്ടെത്തി അങ്ങനെ ചെയ്യണം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഭാര്യ ഇപ്പൊ തജ്വീദിലാണെങ്കിൽ 36ക്ക് ഒരു എന്താ പറയാ ഇജാസയും കാര്യങ്ങളും 36 പഠിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ എന്താ പറയാ ട്രെയിൻഡ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 36 എന്ത് പറയാ, എന്ത് പഠിപ്പിച്ചു കൊടുക്കുക? ഖുർആൻ. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ സീറ എന്ന് പറയുന്ന ഒരു സീറ എടുത്തു കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഉഹദിൽ എത്തിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ തുടങ്ങിയിട്ട് 4-5 കൊല്ലമായി. ഒരു ആഴ്ച ഞങ്ങൾ ഒരു 3-4 മണിക്കൂർ അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് സീറയിൽ പോകുന്നത്. ഓരോ ഏരിയയും അത്രയും ആഴത്തിൽ പോയിട്ടാണ് ഞാനും ഈസയും മൂസയും എൻ്റെ മൂത്ത 2 മക്കള് അതിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് നോളജ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. രണ്ടാമത്തെ ഒരു സ്ഥലമാണ് നമ്മൾ എങ്ങനെയാണ് ഇസ്ലാമിനെ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ആസ്വാദനമായി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത്. ഇപ്പം 7 വയസ്സിൽ നമസ്കരിക്കാൻ പറയുക എന്ന് പറയണത് 10 വയസ്സിൽ പിന്നെ തല്ല എന്ന് പറയുമ്പം 7 വയസ്സിൽ വിളിച്ച് പറഞ്ഞു പിന്നെ 10 വയസ്സിൽ തല്ല എന്നുള്ളതല്ലല്ലോ അർത്ഥം. അപ്പം നമ്മളെ സംബന്ധിച്ച് കുട്ടിക്ക് ശരിക്കും നമസ്കരിക്കൽ ഒരു ബുദ്ധിമുട്ടല്ല, മറിച്ച് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യലായി ഔദ്യോഗികമായി അവനവൻ്റെ നാഥൻ്റെ അടുത്ത് സംസാരിക്കാൻ ആരംഭിക്കലാണ്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മൾ എത്ര പേര് അതൊരു വലിയ സംഭവമായിട്ട് കാണുന്നുണ്ട്. ആദ്യമായി ഒഫീഷ്യലി, അത് 7 വയസ്സാകുമ്പോഴാണ് അള്ള പറഞ്ഞ രീതിയിൽ ചെയ്യേണ്ടത്. അതുവരെ കുട്ടി ഒന്ന് കൂടെ കൂടുന്നു, കൂടെ കൂടാതിരിക്കുന്നു, അതൊക്കെ ഓക്കെയാണ്. രാവിലെ എഴുന്നേക്കുന്നു, എഴുതാതിരിക്കുന്നു, ഒക്കെ ഓക്കെയാണ്. ഒരു മാതാവിൻ്റെ അടുത്തും പിതാവിൻ്റെ അടുത്തും അള്ള ചോദിക്കില്ല. 7 വയസ്സ് തൊട്ട് ഔദ്യോഗികമായി ഒഫീഷ്യലി ഒരാൾ അവൻ്റെ റബ്ബുമായി മുലാഖാത്ത്, സംസാരം ആരംഭിക്കുകയാണ്. അപ്പം അത് നമ്മൾ തന്നെ ഒരു പേരന്റ് എന്നുള്ള നിലയിൽ നമ്മൾ എത്ര അതിനെ ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു കുട്ടിയുടെ ആഘോഷിക്കും, ഒരു കുട്ടിയിൽ ഇത് ആഘോഷിക്കലുണ്ട്. അപ്പൊ അവന് തന്നെ കിട്ടലില്ല ഇതൊരു ഇമ്പോർട്ടൻസ് സാധനമാണെന്ന്. ഇൻഷാ ആര് ദിവസം നമ്മൾ പിന്നെ ഒന്നിടപെടുകയാണ്. അതായത് നമുക്ക് സമകാലികം അതിഥിക്കുള്ള ഒരു സമയം റേഡിയോ നിശ്ചയ സമയമായിട്ടുണ്ട്. എന്നാലും ഇൻഷാല്ലാ വളരെ ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങളാണ്. ഇനിയും റുസ്തമിന് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇൻഷാല്ലാ മോർണിംഗ് ലൈവ് സെഷനിൽ സമകാലികത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഹോം സ്കൂളിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിചയപ്പെടുത്തിയ റുസ്തം. ഇൻഷാല്ലാ ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഈ ഒരു സമയത്ത് വളരെ ഉപകാരപ്രദമായ, എന്നാൽ ഹോം സ്കൂളിങ്ങിന് ശരിക്ക് ധൈര്യവും, അതിനുള്ള ധൈര്യം മാത്രം പോരാ, ഒരുക്കവും അതിനുള്ള ഡെപ്തായ അറിവുമുള്ള ഒരാൾക്ക് മാത്രം അതിന് തുനിഞ്ഞാൽ മതി. തുനിഞ്ഞാൽ മാത്രം പോരാ, അതിൽ ശ്രദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കണ്ടീഷൻസ് ശരിക്കുണ്ട്. തീർച്ചയായും അതൊക്കെ തിരിച്ചറിയാൻ ഇതെന്ത് ചെയ്തു, നമുക്ക് ഉപകാരപ്പെട്ടു. തീർച്ചയായും ആലോചിച്ച് ചിന്തിച്ച് ഇപ്പോൾ ഏതൊരു വിഷയത്തിലാണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. അപ്പോൾ അദ്ദേഹം അത് ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇൻഷാ അള്ളാ. എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് ഇതുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചില ഫീഡ്ബാക്കുകൾ വായിക്കാമെന്നാണ്. സമകാലികം കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് ഞാൻ. ഒന്ന് മനസ്സിലായി,
ഈ ലോകത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഒരു നസീറ ബാനുവാണ് കമൻറ്റ് ചെയ്തത്. മറ്റൊരു ആസിയ, വെരി എക്സ്പെൻസീവാണ്, നമുക്ക് മിഡിൽ ഫാമിലി ഡിഫിക്കൽട്ടാകും എന്നൊരു അഭിപ്രായമാണ് പങ്കുവച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് പുതിയ പുതിയ അറിവുകളാണ്, പുതിയ പുതിയ തോട്ടുകളാണ്, പുതിയ പുതിയ ചിന്തകളാണ്, എക്സ്പീരിയൻസുകളാണ്. ഇത് ഒരാൾ മാത്രമാവില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതുമായി ബന്ധപ്പെട്ട ചില സീസണുകളിൽ വിദ്യാലയങ്ങളിലും ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വീട്ടിലിരുന്ന് പഠിക്കേണ്ടി വരുന്ന ആളുകളൊക്കെ പ്രിഫർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയാകാം. അപ്പോൾ അതിൻ്റെ ഗുണവശങ്ങളെയും ദോഷവശങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി അത് തിരഞ്ഞെടുക്കുന്നതിൽ ഒരു വിവേചന ബുദ്ധി, നേരത്തെ പറഞ്ഞ വിസ്ഡം സ്വീകരിക്കണം എന്ന് പ്രത്യേകം ശ്രോതാക്കൾ ചില പുറം രാജ്യങ്ങളിലൊക്കെ ഇത്തരം നിർബന്ധിത സാഹചര്യങ്ങളുള്ള അവസ്ഥകൾ ഉണ്ട് എന്നുള്ള ഒരു സംഗതി ഈ വിഷയത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്.